നഷ്ടപ്പെട്ടു പോയതിനെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ മടക്കി നേടിയെടുക്കുന്ന, വീണ്ടെടുക്കുന്ന നാളുകളായി നോമ്പിന്റെ നാളുകൾ മാറണം. 100 ആടുള്ള ഇടയനിൽ നിന്നും ഒരാട് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഇടയൻ എത്രത്തോളം താല്പര്യപ്പെട്ട് അതിനെ നേടിയെടുക്കുവാൻ ശ്രമിച്ചുവോ, 10 ദ്രഹ്മയുള്ള സ്ത്രീയുടെ കയ്യിൽ നിന്നും ഒരു നാണയം നഷ്ടമായി പോയപ്പോൾ എത്രയേറെ താല്പര്യമായി അതിനെ നേടിയെടുക്കുവാൻ ശ്രമിച്ചുവോ, 2 മക്കളിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അപ്പൻ എത്രത്തോളം ഭാരപ്പെട്ട് ആ മകന് വേണ്ടി കാത്തിരുന്നുവോ, അതുപോലെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് നമ്മിൽ നിന്ന് നഷ്ടമായ നന്മകളെ നേടിയെടുക്കുന്ന നാളുകളായി നോമ്പിന്റെ നാളുകൾ മാറണം. നമ്മിൽ നിന്നും നഷ്ടമായ ചില ഗുണങ്ങളെ, നല്ല ശീലങ്ങളെ നേടിയെടുക്കുന്ന നാളുകളായി ഈ നോമ്പിന്റെ നാളുകൾ മാറേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ദൈവത്തിനേറെ പ്രിയപ്പെട്ട മക്കളായിരുന്നു, ദൈവത്തിന്റെ പ്രിയ മകനായിരുന്നു, പ്രിയ മകളായിരുന്നു. എന്നാൽ ചില ജീവിതചര്യകൾ നിമിത്തം നമ്മിലെ ചില നല്ല ഗുണങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട്, ചില നല്ല ശീലങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട്, ലഭ്യമാകിടുന്ന പല നന്മകളും നഷ്ടമായി പോയിട്ടുണ്ട്. ഈ നോമ്പിന്റെ നാളുകൾ ഒരു പടി കൂടെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ഒന്നുകൂടെ ദൈവത്തോട് ചേർന്നിരുന്ന് നല്ല ഗുണങ്ങൾ തിരികെ നേടുവാൻ, നല്ല ജീവിത ശൈലികൾ രൂപീകരിക്കുവാൻ ഒക്കെ നാം താല്പര്യപ്പെടേണ്ടുന്ന നാളുകളായി മാറണം എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും അങ്ങനെയൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ നോമ്പാചരണം കൊണ്ട് പ്രയോജനമുണ്ടാവുക എന്ന് മനസ്സിലാക്കുക.